ഗർഭസ്ഥാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയിൽ എന്തോ പുറത്തിറങ്ങിയ സമയത്ത് വലിയ ഇടിമിന്നലുണ്ടായി. അമ്മ പേടിച്ചു. മാസം തികയുന്നതിന് മുമ്പ് തന്നെ അമ്മ അച്ഛനെ പ്രസവിച്ചു. അച്ഛന്റെ ബുദ്ധിപരമായ വളർച്ച പിന്നോട്ടായിരുന്നു. ഒരുപാട് ചികിത്സകളും മെഡിസിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറുപ്പകാലത്ത് അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ട്. പഠിക്കാനൊന്നും കാര്യമായിട്ടുള്ള കഴിവ് ആ സമയത്തില്ല. അതുകൊണ്ട് തന്നെ വളർന്നു വന്നപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും അച്ഛനെ പൊട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. ഉള്ളിന്റെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതൽ ഒരു അപകർഷതാബോധം കയറി കൂടിയിട്ടുണ്ട്. വീട്ടിലെ പണികളെല്ലാം ചെയ്യും. അപ്പനും അമ്മയും അറിയാതെ കൂലിപ്പണിക്ക് പോലും പോയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ആ വർഷത്തെ സർക്കാരിന്റെ മോഡറേഷൻ മാർക്ക് അല്പം കൂടുതലായതുകൊണ്ട് പണ്ടത്തെ 210 മാർക്ക് മേടിച്ച് അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായി. നാട്ടുകാരെല്ലാം പൊട്ടനെന്ന് വിളിക്കുന്ന ഈ ചെറുപ്പക്കാരന് കോളേജിൽ പഠിക്കണം എന്നൊരാഗ്രഹം. അദ്ദേഹം തന്നെ പണിയെടുത്തും വീട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെ ആയിട്ട് പ്രൈവറ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. 3rd ഗ്രൂപ്പ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. ക്ലാസ്സിൽ ആർക്കും അതിന്റെ ഉത്തരം അറിയില്ല. പക്ഷെ എല്ലാവരും പൊട്ടനെന്ന് വിളിക്കുന്ന ഈ അച്ഛന് എന്തോ നല്ല കാലത്തിന് അതിന്റെ ഉത്തരം അറിയാമായിരുന്നു. അച്ഛൻ ആ ഉത്തരം പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ ക്ലാസ്സിൽ വേറെ ഒരെണ്ണത്തിനും ബോധമുള്ളതില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളിൽ എവിടെയോ ആരോ ഒരു തിരിനാളം കത്തിച്ചതുപോലെ നിരാശപ്പെടുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും കേട്ട് മനസ്സ് മുരടിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് ഒരു തുള്ളി നല്ല തണുത്ത വെള്ളം വീഴുന്നത് പോലെ ഒരു അനുഭവം. ഒരു സുജാ എന്ന് പറഞ്ഞൊരു ടീച്ചർ ആദ്യമായിട്ട് തന്നൊരു പ്രോത്സാഹനം. കഠിനാധ്വാനം ചെയ്തു. ആ ടീച്ചറിന്റെ വിഷയത്തില് പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക്. ഈ ടീച്ചർ എന്തോ ഓഫീസിൽ ചെന്ന് വേറൊരു സാറിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞപ്പോൾ ഈ 3rd ഗ്രൂപ്പിൽ പഠിക്കുന്ന ഇവന്റെ കാര്യം പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരാണ് ഇവനെന്ന് ചോദിച്ചു. ഇവൻ എഴുന്നേറ്റുന്നു. ഓ, നീയാണോ? അപ്പൊ ഇവന് മനസ്സിലായി ഇത് ആ ടീച്ചർ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ സാറിനോടും ഒരു താല്പര്യം, അതും കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ തുടങ്ങി. പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, സെമിനാരിയിൽ ചേരണമെന്ന്. സെമിനാരിയിൽ ആദ്യമൊക്കെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ അദ്ദേഹം യാക്കോബായ സഭയിലെ സെമിനാരിയിൽ അഡ്മിഷൻ മേടിച്ചെടുത്തു. പണ്ട് നമ്മുടെ വിയാനി പുണ്യവാളന്റെ കഥയിൽ കേൾക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും നല്ല താല്പര്യമുണ്ട്. പക്ഷെ പഠിക്കാനുള്ള കഴിവില്ലാത്ത പൊട്ടൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു സെമിനാരിക്കാരൻ. അങ്ങനെ ഈ 3rd ഗ്രൂപ്പ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ BA ഫിലോസഫി പഠിച്ചു. അന്നത്തെ തിരുമേനിയുടെ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് അത് MA പഠിച്ചു. ഇതൊക്കെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് മനസ്സിന്റെ പ്രശ്നമായിരുന്നു. ചെറുപ്പനാളിൽ ഇങ്ങനെ ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മനസ്സിനെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് ഈ മനുഷ്യൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചിട്ട് കോയമ്പത്തൂര് ഭാരതീയാർ സർവകലാശാലയിൽ പോയി MSc സൈക്കോളജി ചെയ്തു. നാട്ടുകാര് പൊട്ടാന്ന് വിളിച്ചവരെ അതേ നാവ് കൊണ്ട് തന്നെ കർത്താവ് അച്ചാന്ന് വിളിപ്പിച്ചു. ഓരോ മനുഷ്യനെയും ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പണിതുയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു.